പറയുന്ന മറ്റൊരു കാര്യം നോക്കൂ നിങ്ങൾ. അള്ളാഹു അല്ലാത്ത ഒരൊറ്റ ഇലാഹിനും ആരാധിക്കൂല, അള്ളാഹു അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല, അള്ളാഹുവിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ. ആ ക്ലിപ്പിന്റെ അവസാനത്തുള്ള വാക്കാണത്. അള്ളാഹു അല്ലാത്ത ഒരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, അള്ളാഹു അല്ലാത്ത ഒരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ശരി, അപ്പോൾ എന്താണ് ഈ ദുആ എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? കാലങ്ങളായി നമ്മുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളിൽ ഒന്നാണ് എന്താണ് ദുആ, എന്താണ് പ്രാർത്ഥന. പ്രാർത്ഥന എന്താണെന്ന് മനസ്സിലാക്കി നൽകാൻ വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. സൂറത്തു അൽ അൻകബൂത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അവർ കപ്പലിൽ കയറിയാൽ, മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ ദഅഉ അല്ലാഹ്, ദഅഉ എന്താ പറഞ്ഞത്, ദഅഉ അവർ ദുആ നടത്തും, പ്രാർത്ഥന നടത്തും. ആരോട് പ്രാർത്ഥന നടത്തും? ദഅഉ അല്ലാഹ, അല്ലാഹുവിനോട് പ്രാർത്ഥന നടത്തും. മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിനോട് മാത്രം ഇഖ്ലാസ് ഉള്ളവരായി അവർ പ്രാർത്ഥന നടത്തും. സൂറത്തുൽ അൻകബൂത്തിൽ അവർ മക്കയിലെ മുശ്രിക്കുകൾ നടത്തിയ ഈ സഹായത്തേട്ടത്തെ അള്ളാഹു പറഞ്ഞത് ദഅഉല്ലാഹ, അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത്, ദുആ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പം ദുആ എന്ന് പറഞ്ഞാൽ കപ്പലിൽ അകപ്പെട്ട് ഒരാൾ കപ്പൽ യാത്ര ചെയ്യുമ്പോൾ തിരമാല കാഞ്ഞടിക്കുമ്പോൾ അയാൾ നടത്തുന്ന സഹായത്തേട്ടം അത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. വിശുദ്ധ ഖുർആനാണ് പറയുന്നത്. ഇതേ അർത്ഥത്തിൽ സൂറത്തുൽ ലുഖ്മാനിൽ കാണാം, വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി ദഅഉ അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. മക്കയിലെ മുശ്രിക്കുകൾ അവർ കടലിൽ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ അവരെ മൂടുമെന്നായാൽ ദഅഉ അല്ലാഹ്, അവർ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യും. ആരാ പറഞ്ഞത്? മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. നിങ്ങൾ പറയുന്നത്, ഖലീൽ ബുഖാരി തങ്ങൾ പറയുന്നത്, ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ, പ്രാർത്ഥിക്കുകയുള്ളൂ, ഇബാദത്ത് ചെയ്യുകയുള്ളൂ എന്നാണ്. മക്കയിലെ മുശ്രിക്കുകൾ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിനെ മാത്രം നിഷ്കളങ്കമായി വിളിച്ച് പ്രാർത്ഥിക്കുമെന്ന് അള്ളാഹു പറയുന്നു. അതിനെക്കുറിച്ച് അള്ളാഹു ദുആ എന്നാണ് പറഞ്ഞത്, പ്രാർത്ഥന എന്നാണ് പറഞ്ഞത്. ഇനി ഖലീൽ ബുഖാരി തങ്ങൾ കപ്പലിൽ കയറിയപ്പോൾ സംഭവിച്ച കഥ അദ്ദേഹം തന്നെ വിവരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കുറെ മീറ്ററുകൾ ഉയരത്തിലുള്ള ഓപ്പൺ ബോട്ടാണ്, കപ്പലല്ല, സൗകര്യങ്ങളുള്ള ബോട്ടല്ല, ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്. പെട്ടെന്ന് മതിൽ ഹജ്ജ് ക്ലാസിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറിഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെ വിളിച്ചത് ബദരീങ്ങൾ അങ്ങനത്തെ വസുലാക്കിക്കൊണ്ട് ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിനീതൻ മനസ്സുകൾ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും റബ്ബേ എന്നെ എവിടെ നിന്ന് കാണാൻ പോലും മനസ്സംഗ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെയാ. ബദരീങ്ങളെ നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങളെന്റെ കൈവിടുന്നു. മണിക്കൂറുകളോളം നിന്ന രംഗം മറക്കാൻ കഴിയാത്ത രംഗം. പക്ഷേ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയുന്ന വാക്ക് നോക്കൂ നിങ്ങൾ. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് രക്ഷിക്കാൻ ഒരാളുമില്ല, നിങ്ങളല്ലാതെ എനിക്ക് വിളിക്കാൻ ഒരാളുമില്ല. ആരെയാണ് അദ്ദേഹം ഇഖ്ലാസോട് കൂടി വിളിച്ചത്? അള്ളാഹുവിനെയാണോ? അതല്ല ബദരീങ്ങളെയാണോ? എത്ര ഗൗരവപ്പെട്ട വാക്കാണ് അദ്ദേഹം പറയുന്നത് നോക്കുന്നു. ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്നത് ആരാണ്? മുസ്ലിം പേരുള്ള ഒരാളാണ്. അള്ളാഹു ഖുർആനിൽ പറയുന്നു, മക്കയിലെ മുശ്രിക്കുകൾ അവർ തങ്ങൾക്ക് നേരെ തിരമാലകൾ ആർത്തലച്ച് വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനെ അല്ലാതെ മറ്റൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ഇന്ന് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്ന വേദന നിറഞ്ഞ അവസ്ഥയാണിത്. അൽ അലൂസി റഹിമഹുല്ലാഹ് അദ്ദേഹം തൻ്റെ തഫ്സീറിൽ സമാനമായൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ ഒരാൾ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പൽ ഇതുപോലെ ആടിയൊലഞ്ഞു. ഇതോടുകൂടി മുസ്ലിമീങ്ങൾ അവർ പലരെയും വിളിക്കാൻ തുടങ്ങി. ചില ആളുകൾ മഹ്ദി ഷേഖിനെ വിളിക്കുന്നു, വേറെ ചില ആളുകൾ ബദരീങ്ങളെ വിളിക്കുന്നു, വേറെ ചില ആളുകൾ വേറെ പലതിനെയും വിളിക്കുന്നു. അത് കണ്ടു നിന്ന ഒരാൾ പറഞ്ഞു, അല്ലാഹുമ്മ അഗ്രിഖ്, അല്ലാഹുമ്മ അഗ്രിഖ്, അള്ളാഹു നീ കപ്പൽ അങ്ങ് മുക്കിക്കളഞ്ഞേക്ക്. അയാളുടെ വിഷമം കൊണ്ട് അയാൾ പറഞ്ഞു പോയതാണ്. അയാൾ പറഞ്ഞ വാക്ക് ശരിയാണോ അല്ലേ എന്നതല്ല. അയാൾ പറഞ്ഞു, ലൈസ ഫിസ് സഫീനതി മൻ യഅ്ബുദുക്, ഈ കപ്പലിൽ അള്ളാഹു നിന്നെ ആരാധിക്കുന്ന ഒരാളും ബാക്കിയില്ല. സുബ്ഹാനല്ലാഹ്. കപ്പലിൽ കയറിയാൽ മക്കയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം മുന്നിൽ കാണുന്ന സമയം എന്നത് അവൻ്റെ ഹൃദയത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിൽ അവൻ്റെ ഫിത്രത്തിൽ, അവൻ്റെ ശുദ്ധ പ്രകൃതിയിൽ അള്ളാഹുവിലേക്ക് അവൻ അടുക്കുന്ന സമയമാണത്. ആ ഘട്ടത്തിൽ പോലും മുസ്ലിം പേരുള്ള ആളുകൾ അള്ളാഹു അല്ലാത്തവരെ ദുആ ചെയ്യുന്നതിലേക്കാണ് എത്തുന്നത് എങ്കിൽ എന്തുമാത്രമാണ് തൗഹീദ് അവരുടെ ഹൃദയത്തിന് അപരിചിതമായിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞത്, തഅറഫ് ഇലല്ലാഹി ഫിർറഖാ യഅരിഫ്ക ഫിശ്ശിദ്ദ, പ്രയാസമില്ലാത്ത ഘട്ടങ്ങളിൽ നീ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുക. സുഖമുള്ള സന്ദർഭങ്ങളിൽ, എളുപ്പമുള്ള സമയങ്ങളിൽ യഅരിഫ്ക ഫിശ്ശിദ്ദ,
എങ്കിൽ പ്രയാസത്തിൻ്റെ ഘട്ടങ്ങളിൽ നീ അള്ളാഹുവിനെ കഠിനമായി വിളിക്കുന്ന സമയങ്ങളിൽ അള്ളാഹു നിന്നെ തിരിച്ചറിയുന്നതാണ്. എന്നാൽ സുബ്ഹാനല്ലാഹ്, പ്രയാസം കടുക്കുന്ന ഘട്ടത്തിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ദുആ ചെയ്യാൻ തോന്നുന്നില്ലെങ്കിൽ ഇനി എപ്പോഴാണ് അവർ അള്ളാഹുവിലേക്ക് അടുക്കുന്നത്? ഇനി എപ്പോഴാണ് അവർക്ക് അള്ളാഹുവിനോടൊരു ദുആ ഉള്ളത്, അള്ളാഹുവിനോട് പ്രാർത്ഥനയുള്ളത്? കപ്പലിൽ അകപ്പെട്ട സന്ദർഭത്തിൽ മുശ്രിക്കുകൾ വിളിച്ച പ്രാർത്ഥനയെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു ദുആ എന്ന്. അത് ദുആ ആണെങ്കിൽ ഖലീൽ തങ്ങൾ ഈ പറയുന്നതോ അത് ദുആ അല്ലേ? അദ്ദേഹം പറയുന്നത് ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളുമില്ലെന്ന്, നിങ്ങളല്ലാതെ എനിക്കൊരു രക്ഷയില്ല എന്ന്. തൻ്റെ ഏറ്റവും അടുത്ത അനുചരനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തില്ലേ, അബൂബക്കർ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, അല്ലാഹുവേ ഞാനിതാ ധാരാളം അതിക്രമങ്ങൾ ചെയ്തു പോയിരിക്കുന്നു, വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുന്നവനായി മറ്റൊരാളില്ല. നോക്കൂ, അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ചോദിച്ചു നോക്കൂ നിങ്ങൾ, അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅാഹ് വയക്ഷിഫു സ്സൂ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹു മഅല്ലാഹ്. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅാഹ്, കഠിനമായ പ്രയാസത്തിൽ അകപ്പെട്ടവൻ വിളിച്ചു ദുആ ചെയ്താൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനായി ആരുണ്ട്? വയക്ഷിഫു സ്സൂ, നിങ്ങളുടെ പ്രയാസം നീക്കിത്തരാൻ നിങ്ങൾക്ക് ആരുണ്ട്? വയജ്അലുകും ഖുലഫാഅൽ അർദ്, നിങ്ങളെ ഭൂമിയിലെ ഖലീഫമാരാക്കാൻ ആരുണ്ട്? അഇലാഹു മഅല്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് സഹായതേട്ടം നടത്താൻ മറ്റൊരു ഇലാഹുണ്ടോ? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. എന്നാൽ നോക്കൂ നിങ്ങൾ, ഒരു ഇസ്ലാമിക സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരാൾ, അദ്ദേഹം പറയും, ഞാൻ കപ്പലിൽ പോകുമ്പോൾ പറയും ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എനിക്ക് വേറൊരാളില്ല. എത്ര അപകടകരമായ ദുഃഖകരമായ അവസ്ഥയിലാണ് മുസ്ലിമീങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ആ ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഞങ്ങൾ അള്ളാഹു അല്ലാത്ത മറ്റൊരാളോട് പ്രാർത്ഥിക്കാറില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അസ്ഹരി, അദ്ദേഹം ഒരു പ്രഭാഷണത്തിൽ, തൻ്റെ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ നോക്കൂ. നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി, ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി. അപ്പോഴൊക്കെ നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു അല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു അല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല. നമ്മൾ ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. അല്ലാഹു അല്ലാതെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കൂല. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി. ഇതിപ്പോൾ നിങ്ങൾ കേട്ടത്, ഒരാൾ പറയുന്നു ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ഞങ്ങൾ അള്ളാഹുവേ പ്രാർത്ഥിക്കുള്ളൂ. വേറൊരു തലപ്പത്തിരിക്കുന്ന ആൾ പറയുന്നു ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. തനിച്ച് ശിർക്കല്ലേ ഇത്? എത്ര കാലമായി മുസ്ലിമീങ്ങൾ പഠിപ്പിക്കപ്പെട്ട അടിസ്ഥാനമാണ് അള്ളാഹുവിനോടല്ലാതെ പ്രാർത്ഥന പാടില്ല എന്നത്. പക്ഷെ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ് പറയുന്നത് ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഇതിപ്പോൾ നിങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. നിങ്ങളുടെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ അഭിപ്രായ ഭിന്നതയുള്ളത്. എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടാണ്, തൗഹീദുള്ളവരെ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിന് നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക, അള്ളാഹുവിന് നന്ദി കാണിക്കുക. ഏറ്റവും വലിയ നിഅമത്ത് തൗഹീദാണ്, ഇസ്ലാമാണ്, ഈമാനാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ കഴിയുക എന്നതാണ്. ഈ മാർഗത്തിൽ അള്ളാഹു നിങ്ങളെ മരിപ്പിക്കുന്നതിനു വേണ്ടി ആവർത്തിച്ച് ദുആ ചെയ്യുക. ഈ മാർഗം തൗഹീദിൻ്റെ വഴി അത് അപരിചിതമായ ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, സത്യത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ വേണ്ടി. ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാ ഈ മാർഗത്തിലേക്ക് നയിച്ചോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, ശരിയിലേക്ക് നയിക്കാൻ നിങ്ങൾ ദുആ ചെയ്തോളൂ. നിങ്ങളുടെ മാർഗമാണ് ശരിയെങ്കിൽ അള്ളാഹു നിങ്ങൾ അതിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. നിങ്ങളുടെ മാർഗം തെറ്റാണെങ്കിൽ അള്ളാഹു നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്? പരലോകത്ത് രക്ഷപ്പെടുക എന്നതല്ലേ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത്? അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ശരി കാണിച്ചു നൽകാൻ ദുആ ചെയ്യുന്ന ഒരാൾ, അയാൾ ഈ വാദത്തിൽ, ഇവിടെ ഈ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ബദ്രീങ്ങളെ രക്ഷിക്കണേ, വഹദീങ്ങളെ രക്ഷിക്കണേ എന്ന ഈ വാദത്തിൽ മരിക്കുന്നതുവരെ തുടരുക എന്നത് ഒരിക്കലും ഉണ്ടാവുകയില്ല. ആത്മാർത്ഥമായി എന്നെ ഹക്കിലേക്ക് നയിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഒരിക്കലും ഈ മാർഗത്തിലേക്ക് കൊണ്ട് മരിക്കുകയില്ല. അയാൾ അള്ളാഹു തൗഹീദിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ